മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന പരാതി. 14-കാരന്റെ ഒടിഞ്ഞ കൈ പിഴവിനെ തുടർന്ന് വളഞ്ഞുപോയെന്നാണ് ആരോപണം. കോന്നി അരുവാപ്പുലം സ്വദേശിയുടെ കൈയാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് വളഞ്ഞത്. വിവരങ്ങളുമായി പ്രസാദ് എം ചേരുന്നുണ്ട്. പ്രസാദ്, എന്തായാലും മെഡിക്കൽ കോളേജിനെതിരെയാണ് ഇത്തരത്തിലൊരു ഗുരുതര ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുന്നത്. ഒരു പരാതിയാണ്. 14-കാരന്റെ ഒടിഞ്ഞ കൈ പിഴവിനെ തുടർന്ന് വളഞ്ഞുപോയെന്നാണ് ആരോപണം. എന്താണ് ഈ ആരോപണത്തിന് പിന്നിലെ സത്യാവസ്ഥ? കൂടുതൽ വിവരങ്ങൾ. കോന്നി അരുവാപുലം സ്വദേശി നസീർ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ കൈക്കാണ് ഇപ്പോൾ ഇങ്ങനെ വളഞ്ഞു പോയെന്ന് പറഞ്ഞുള്ള ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. കോന്നി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവെന്നാണ് അവര് പോലീസിൽ കോന്നി പരാതി കൊടുത്തിട്ടുള്ളത്. 14 വയസ്സുള്ള ഈ നസീറിന്റെ കൈ 2 മാസം മുമ്പാണ് അവിടെ ചികിത്സയ്ക്കായി കൊണ്ടുവന്നത്. ഒടിഞ്ഞ കൈയിൽ നവംബറിൽ ശസ്ത്രക്രിയ നടത്തി പ്ലാസ്റ്റർ ഇട്ടു. പിന്നാലെ ഫെബ്രുവരി 2-ന് പ്ലാസ്റ്റർ ഊരാൻ വേണ്ടി ഈ കോന്നി മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴത്തേക്കിനാണ് കൈ വളഞ്ഞു പോയെന്നുള്ള ഒരു പരാതി അവർ കാണുന്നത്. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അവിടെ തന്നെ ചികിത്സ മാറ്റി. ഇപ്പോൾ വീണ്ടും കൈക്ക് ഈ വളവ് മാറ്റാൻ വേണ്ടിയുള്ള ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു. ഈ കോന്നി മെഡിക്കൽ കോളേജിലെ ഓർത്തോ മേധാവിയാണ് ഇപ്പോൾ ഈ ചികിത്സ ചെയ്തത്. ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം കോന്നി പോലീസിലെ പരാതി നൽകിയിട്ടുണ്ട്. കാർത്തു, ശരി. ചികിത്സാ പിഴവെന്ന മറ്റൊരു പരാതി കൂടി വരികയാണ്. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നാണ് 14-കാരന്റെ ഒടിഞ്ഞ കൈ പിഴവിനെ തുടർന്ന് വളഞ്ഞുപോയെന്നൊരു ആരോപണം ഉന്നയിക്കുന്നത്. കോന്നി അരുവാപ്പുലം സ്വദേശിയുടെ കൈയാണ് ഇത്തരത്തിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് വളഞ്ഞെന്നാണ് ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രസാദ് എം വിവരങ്ങൾ നൽകിയത്.